എക്സ്പീരിയൻസ് ഈസ് എ ബെസ്റ്റ് ടീച്ചർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇതാദ്യമായിട്ട് ഞങ്ങളുടെ സോഷ്യൽ സ്റ്റഡീസ് സാറ് 10th പഠിപ്പിക്കുമ്പോൾ പറഞ്ഞപ്പോൾ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇന്നതൊരു വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഞാനൊരു ഫിറ്റ്നസ് കോച്ചായിട്ട് എൻ്റെ ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് ഒന്നും ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ പലയിടത്തു നിന്നും അശരീരികളായിട്ട് കേട്ടിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ട്രെയിനറാണ് എന്നുള്ള രീതിയിൽ. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെല്ലാവരുടെയും ലൈഫിൽ പല സിറ്റുവേഷൻസ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുള്ളത് കൊണ്ട് മാത്രമായിരിക്കും നമ്മളൊക്കെ ചിലപ്പോൾ ഒന്ന് നന്നായി പോയിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ഓരോ ജോലിയുടെയും കാര്യം. നിങ്ങളുടെ കയ്യിൽ ഇനി എത്ര വലിയ പ്രൊഫഷണൽ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾക്കത് എങ്ങനെ എക്സ്പീരിയൻസോടെ ചെയ്യണമെന്നറിയില്ല, അല്ലെങ്കിൽ അതെങ്ങനെ പ്രാവർത്തികമാക്കണമെന്ന് അറിയില്ലെങ്കിൽ അത് യൂസ്ലെസ് അല്ലേ? ജസ്റ്റ് ഇറ്റ് വിൽ ബി എ പീസ് ഓഫ് പേപ്പർ. ആ ഒരു പോയിൻ്റ് പഠിപ്പിച്ചത് ഞാൻ ലാസ്റ്റ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയ സാറാണ്. അവിടെ വന്നിട്ടുള്ള എല്ലാ സ്റ്റുഡൻസും ബിഗിനിങ്ങിൽ തന്നെ ഒരു ട്രെയിനറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം സർട്ടിഫിക്കറ്റ് എടുക്കാൻ വന്നവരാണ്. അവിടുന്ന് എനിക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ട്. അവിടുന്ന് മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡാണ് എന്നെ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളതും എൻ്റെ കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്തിട്ടുള്ളതും എൻ്റെ ബെസ്റ്റ് ടീച്ചറും. നമ്മുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരുമായിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എൻ്റെ ഹസ്ബൻഡ് വർഷങ്ങളോളം ഫിറ്റ്നസ് ഫീൽഡിലുള്ള ഒരാളാണ്. ഞാൻ പുള്ളിയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് നമ്മൾ സ്റ്റിൽ ഒരു സ്റ്റുഡൻറ്റ് തന്നെ ആയിരിക്കണം, എങ്കിൽ മാത്രമേ നമുക്ക് ലേൺ ചെയ്യാനുള്ള കഴിവുണ്ടാവുള്ളൂ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. സോ ഒരു സർട്ടിഫിക്കറ്റ് നമുക്കൊരു പവർ തരും, ആൻഡ് ഓൾസോ ഒരു ലേബൽ തരും. പക്ഷേ എക്സ്പീരിയൻസസ് ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള ലെസൺസ് ആണ് തരുന്നത്. സോ എക്സ്പീരിയൻസസിന് നമുക്ക് സിമ്പിളായിട്ട് സൂപ്പർ നാച്ചുറൽ പവർ എന്നും പറയാം. ആ സൂപ്പർ നാച്ചുറൽ പവർ കിട്ടണമെങ്കിൽ നമ്മൾ ഓൾവേസ് കീപ് ലേണിംഗ്. ലേൺ ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും ഗ്രൗണ്ടഡ് ആയിട്ടിരിക്കുക, ആൻഡ് ഓൾസോ നല്ല കാര്യങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും തയ്യാറാവുക. അത്രേ വേണ്ടുള്ളൂ. ആൻഡ് ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ ഗൈസ്. ബൈ.